ഒന്നാം പിണറായി വിജയൻ സർക്കാരിനേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് കഴിയുന്നുവെന്ന യാഥാർത്ഥ്യം കാണാതെ പോകരുതെന്ന് CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി CP ബ്രീവൻ KCV ന്യൂസിന്റെ വെട്ടിത്തുറന്നു എന്ന ചോദ്യോത്തര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർഭരണം, അതായത് ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ, ഈ തുടർഭരണം കിട്ടിയപ്പോൾ ഇത് CPIM നേതാക്കളെ ഈ അധികാരത്തിന്റെ മത്തു പിടിപ്പിച്ചു എന്നൊരു വിമർശനം, ഒരു ആക്ഷേപം അതിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നൊരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അഥവാ എങ്ങനെയാണ് അതിനെ സാർ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഈ ഭരണം ആരംഭിച്ച കാലം മുതൽ നടത്തുന്ന ഒരു ചർച്ചയാണ്. കേരളത്തില് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാർ പുതിയ ആളുകൾ കയറി. ഇത് CPIMന് മാത്രം സംഘടിപ്പിക്കാൻ പറ്റുന്നൊരു രീതിയാണ്. നിങ്ങൾ മറ്റു പാർട്ടികളെ പരിശോധിച്ചാൽ, എന്തിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ അവർക്കൊന്നും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാൻ സാധിക്കുന്നില്ല. CPIMനെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആക്ഷേപം പുതുമുഖങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ്. പുതുമുഖങ്ങൾക്ക് സാധ്യത കൊടുത്തപ്പോൾ ചാനലുകൾ പറയുന്നത്, മാധ്യമങ്ങൾ പറയുന്നത് അത് പുതിയ സർക്കാർ പഴയ ആളുകളെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തമായ CPIMന്റെ തീരുമാനങ്ങൾ, നയപരമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന മന്ത്രിസഭ മാത്രമല്ല, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ, സംസ്ഥാന സമിതി ഉൾപ്പെടെയുള്ള, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സംഘടനാ സംവിധാനങ്ങൾ കാലാകാലങ്ങളിൽ ആലോചിച്ചാണ് അത് തീരുമാനമെടുക്കുന്നത്. അതിൽ പിണറായി വിജയനോ MV ഗോവിന്ദൻ മാസ്റ്ററിനോ അല്ലെങ്കിൽ സജി ചെറിയാനോ R നാസറിനോ ഉള്ള വ്യക്തികൾക്ക് പ്രസക്തിയില്ല. CPIM സംഘടനാപരമായി കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണ് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസം ഇപ്പം വരെ നിലവിലുണ്ടായിട്ടില്ല. ഇനിയൊട്ട് CPIMന്റെ രീതി അനുസരിച്ച് മാറ്റം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തുടർഭരണം നല്ല ഭംഗിയായ ഭരണം തന്നെയാണ് നടക്കുന്നുള്ളതാണ് പൊതുവിൽ ആളുകളുടെ വിലയിരുത്തൽ. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയാറുണ്ട്, സമയം എടുത്ത് ദൂരെ യാത്ര പോകുന്നതിന്. എന്തുകൊണ്ടാണ്? നാഷണൽ ഹൈവേ പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് പോയതാണ്, ആ ഫയൽ ക്ലോസ് ചെയ്തതാണ്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതി ആരംഭിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഭംഗിയായ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുക. രണ്ട്, K-ഫോൺ പദ്ധതി കേരളത്തിലെ ഇപ്പോ 20 ലക്ഷത്തിൽ പരം കണക്ഷനുകൾ ഇപ്പൊ തന്നെ പ്രാഥമികമായി ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. മറ്റൊന്ന്, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതികളെല്ലാം ഏറ്റവും ജനകീയമായ പദ്ധതികളുമാണ്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് ഇതൊന്നും നടക്കില്ല. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി മറ്റൊരു പദ്ധതിയാണല്ലോ, വലിയ വിഷയം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും നടക്കില്ല എന്ന് പൊതുവിൽ സർക്കാരുകൾ, ഇതിനു മുമ്പിരുന്ന സർക്കാരുകൾ ആലോചിച്ച് അവർ ഫയൽ മടക്കിയ സംവിധാനങ്ങളാണ്. റീഓപ്പൺ ചെയ്താണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന് വലിയ പണം കണ്ടെത്തേണ്ട സംവിധാനങ്ങളും കൂടിയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തിലുള്ള സമീപനം, കേരളത്തിലുള്ള സമീപനം കൂടെ കാണുന്നുണ്ട്. കേരളത്തിലെ നാഷണൽ ഹൈവേ സ്ഥലം അക്യൂർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം വീതം വാങ്ങിച്ചിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഭരണം എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണെന്നും ബ്രീവൻ പറഞ്ഞു. KCV ന്യൂസിന്റെ ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർഭരണം CPIM നേതാക്കളെ അധികാരത്തിന്റെ മത്തു പിടിപ്പിച്ചെന്നും മുഖ്യമന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഭരണ സംവിധാനത്തിന്റെ പോക്കെന്നുമുള്ള വിമർശനത്തെക്കുറിച്ച് KCV ന്യൂസ് പ്രതിനിധി പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് ബ്രീവൻ തന്റെ അഭിപ്രായങ്ങൾ തുറന്നടിച്ചത്. പാർട്ടിയിലെ യുവ നേതാക്കളെ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞെന്നും CP ബ്രീവൻ അഭിപ്രായപ്പെട്ടു. KCV ന്യൂസ് പ്രതിനിധി CP ബ്രീവനുമായി നടത്തിയ ചോദ്യോത്തര പരിപാടിയുടെ പൂർണ്ണരൂപം ഈ വാർത്താ ബുള്ളറ്റിന് ശേഷം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. കണ്ടങ്കരി ഇടക്കറുക 440 പാടശേഖരം മടവീണു. ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ ശക്തമായ വേലിയേറ്റത്തെ തുടർന്നാണ് മടവീഴ്ച ഉണ്ടായത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മടവീഴ്ചയുണ്ടായത്. ചമ്പക്കുളം വില്ലേജ് പരിധിയിൽപ്പെടുന്ന വടക്കേ ചിറയിലാണ് മടവീഴ്ചയുണ്ടായത്. ഏകദേശം 15 മീറ്ററോളം ദൂരം പുറമുണ്ട് മടവീഴ്ചയിൽ ഒലിച്ചുപോയി. 425 ഏക്കർ വരുന്ന പാടശേഖരത്ത് പാട്ടകൃഷിക്കാർ ഉൾപ്പെടെ 218 കർഷകരാണുള്ളത്. മടവീഴ്ചയെ തുടർന്ന് 40 ദിവസം പ്രായമായ നെൽച്ചെടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കർഷകരും നാട്ടുകാരും ചേർന്ന് മടയടയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഒരേക്കറിന് 30,000 രൂപയോളം ഇപ്പം ചെലവ് വന്നിരിക്കും. വളവിടിയിലും വളത്തിനാണ് 1300 രൂപ വിലയാണ് ഒരു വാക്യപ്പോൾ. എല്ലാവിധ വളങ്ങളും ഇട്ട് പാടം സംരക്ഷിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് പറിച്ചടിച്ചിട്ടും എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വളവും ഇട്ട്
കഴിഞ്ഞാണ് ഇപ്പോൾ ഈ പാടം പോയിരിക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് ഇനിയും വേറെ മാർഗങ്ങളൊന്നുമില്ല. ഒരേക്കറിന് 30,000 രൂപയോളം ഇപ്പോൾ ചിലവായിരിക്കുക. ഓളക്കടിച്ച് പിന്നെ കളനാശിനി ഇതെല്ലാം അടിച്ചതിനെല്ലാം ഭയങ്കര വിലയാണ് ഇപ്പോഴത്തെ കളനാശിനികൾക്കുമല്ല. അത് കാരണം ഞങ്ങൾക്ക് ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇവിടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്കത് ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ താഴ്മയായിട്ട് പറയുന്നത്. അടിയന്തരമായി മടകുത്തി വെള്ളം വറ്റിച്ചെങ്കിൽ മാത്രമേ കൃഷി സംരക്ഷിക്കാൻ കഴിയൂ. എന്നാൽ പാട്ടകൃഷിക്കാർ ഉൾപ്പെടെയുള്ള ചെറുകിട കൃഷിക്കാർക്ക് മടകുത്തുവാനും വെള്ളം വറ്റിക്കാനുമുള്ള ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ്. ഈ പാടശേഖരത്ത് 210 കൃഷിക്കാരുള്ളതാണ്. വിതച്ചിട്ട് ഇന്ന് 40 ദിവസം കഴിഞ്ഞാണ് രണ്ടാം വിളവിടാൻ മിക്കവരും ഇട്ടു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പാടശേഖരത്തിന് ഫണ്ടായിട്ടൊന്നുമില്ല. കുട്ടനാട് പാക്കേജിൽപ്പെടുത്തി ഇനി ഇത് രണ്ടാം തരം കെട്ടിത്തരാമെന്നൊക്കെ ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇതുവരെയും യാതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ഈ പാടശേഖരം ഇപ്പോൾ ഈ മട കുത്തുന്നതിന് ഒരു 15 ലക്ഷം രൂപയെങ്കിലും മുടക്കണം. 10-15 മീറ്റർ വീതിയിലാണ് ഈ മട വീണിരിക്കുന്നത്. ഇതിന് കർഷകരെ കൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതെല്ലാം പലിശയ്ക്ക് മേടിച്ച് വേണം ചെയ്യാനായിട്ട്. അടിയന്തരമായി ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പുകളും വേണ്ട നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ പാടശേഖരത്തെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കഴിയൂ. അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും വേലിയേറ്റവും കുട്ടനാടൻ കാർഷിക മേഖലയ്ക്ക് നിരന്തരം ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കെട്ടുതാലി വരെ പണയം വെച്ച് ഒരു നാടിനെയാകെ തീറ്റിപ്പോറ്റാൻ രാപ്പകൽ കഷ്ടപ്പെട്ട് ചെളിമണ്ണിൽ സ്വപ്നങ്ങൾ വിതച്ച കർഷകരുടെ ശവപ്പുറമ്പായി ഈ കുട്ടനാട് മാറും. കുട്ടനാട്ടിലെ മടവീഴ്ച മൂലം കർഷകർ അനുഭവിക്കുന്ന വൻ സാമ്പത്തിക നഷ്ടം സംസ്ഥാന സർക്കാർ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ചമ്പക്കുളം പഞ്ചായത്തിലെ കണ്ടങ്കരി ഇടക്കറുക 440 പാടശേഖരത്തിലാണ് ഏറ്റവും പുതിയ മടവീഴ്ചയുണ്ടായത്. 425 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ പാടശേഖരം 8 കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. കല്ലുകെട്ടിയ പ്രദേശത്ത് മടവീണതോടെ 35 മുതൽ 40 ദിവസം വരെ പ്രായമായ നെൽച്ചെടികൾ പൂർണ്ണമായും നശിച്ചു. പറിച്ചുനടൽ നടന്നു വരുത്തിരുന്ന സാഹചര്യത്തിലാണ് കർഷകർക്ക് ഈ ദുരന്തമുണ്ടായത്. രാമങ്കരി പഞ്ചായത്തിലെ പറക്കുടി പാടശേഖരത്തിൽ 2 ആഴ്ച മുമ്പ് മഴ വീണതോടെ 25 ഏക്കറിലെ നെൽച്ചെടികൾ നശിച്ചിരുന്നു. 12 ദിവസം പ്രായമായ നെൽച്ചെടികളാണ് മടവീഴ്ചയിൽ നശിച്ചത്. തീവ്രമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഈ മേഖലയിലെ കർഷകർ സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. കുട്ടനാട്ടിലെ കർഷകരുടെ വരുമാനം നിലനിർത്തുന്നതിനും അവരുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനും സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. സന്നിധാനത്തിന് സമീപം കൊപ്രാക്കളത്തിൽ കൊപ്രകൾ സൂക്ഷിച്ച ഒരു ഷെഡിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തിയെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിശമന സേനാ വിഭാഗം തീ കെടുത്തിയതുമൂലം അപകടം ഒഴിവായി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കൊപ്ര ഷെഡിൽ നിന്നും പുക ഉയർന്നത്. ഉടൻ തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന അഗ്നിശമന സേനാ വിഭാഗം സ്ഥലത്തെത്തി ആദ്യം വെള്ളം ചീറ്റിയും പിന്നീട് ഫോം ഉപയോഗിച്ചും പുക കെടുത്തി. അഗ്നിശമന സേന ജില്ലാ മേധാവിയും സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസറുമായ KR അഭിലാഷ് നേതൃത്വം നൽകി. ADM അരുൺ S നായർ, പോലീസ് സ്പെഷ്യൽ ഓഫീസർ B കൃഷ്ണകുമാർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ശബരിമലയിൽ പ്രാദേശികമായി ലഭിക്കുന്ന മഴയുടെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനായി സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും മഴ മാപിനികൾ സ്ഥാപിച്ചു. ആദ്യമായിട്ടാണ് ശബരിമലയിൽ മഴ മാപിനികൾ 3 സ്ഥലത്ത് സ്ഥാപിക്കുന്നത്. മഴയുടെ അളവ് കൃത്യമായി അറിയുന്നതിനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനും വളരെയേറെ സഹായകരമാകും മഴ മാപിനികൾ. മണ്ഡലകാലം തുടങ്ങിയ നവംബർ 15-നാണ് സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിഭാഗവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിഭാഗവും സംയുക്തമായി ഓരോ മഴമാമിനി വീതം സ്ഥാപിച്ചത്. സന്നിധാനത്ത് പാണ്ടിത്താവളത്തിലും പമ്പയിൽ പോലീസ് മെസ്സിന് സമീപവുമാണ് മഴമാമിനികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഓരോ 3 മണിക്കൂറിലും ഇടവിട്ട് ഈ 3 ബേസ് സ്റ്റേഷനുകളിൽ നിന്നും മഴയുടെ അളവ് എടുക്കുന്നതിനാൽ ശബരിമലയിൽ പെയ്യുന്ന മൊത്തം മഴയുടെ കൃത്യമായ രേഖപ്പെടുത്തൽ നടക്കുന്നു. ഒരു ദിവസത്തെ മഴയുടെ അളവ് കണക്കാക്കുന്നതിന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് രാവിലെ 8:30 മുതൽ പിറ്റേന്ന് രാവിലെ 8:30 വരെയുള്ള 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ മഴയാണ്. ഇതുവരെയുള്ള കണക്കെടുത്താൽ സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ഡിസംബർ 13 പുലർച്ചെ 5:30-നാണ്, 27 മില്ലിമീറ്റർ. ഇതേ ദിവസം ഇതേ സമയം പെയ്ത 24.2 മില്ലിമീറ്റർ മഴയാണ് പമ്പയിലെ ഏറ്റവും കൂടിയ മഴ. മഴയുടെ അളവെടുക്കാനുള്ള സന്നിധാനത്തെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ 7 പേരും പമ്പയിൽ 6 പേരും നിലയ്ക്കലിൽ 6 പേരും 24 മണിക്കൂർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. ഇതിനു പുറമെ കളക്ടറേറ്റിൽ 2 പേരുമുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കീഴിൽ ADM അരുൺ S നായരുടെ നേതൃത്വത്തിൽ മഴയുടെ അളവ് ദിവസേന നിരീക്ഷിക്കുന്നു. ചങ്ങനാശ്ശേരി വേരൂർ സെന്റ് ജോസഫ് ഇടവക പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച രാവിലെ കൊടിയേറ്റ് നടന്നു.
ശനിയാഴ്ച രാവിലെ 6:45 നടന്ന കൊടിയേറ്റ് കർമ്മം വികാരി ജെയിംസ് മാളിയേക്കലും അസിസ്റ്റന്റ് വികാരി ജെറിൻ അഞ്ചിലും ചേർന്ന് നിർവഹിച്ചു. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 7:15 ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവിന് സ്വീകരണം നൽകും. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന, പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം, വൈദികരുടെ കബറിടങ്ങളുടെ വെഞ്ചരിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. ഡിസംബർ 16 മുതൽ 19 വരെ ഇടവക വാർഷിക ധ്യാനവും 21 സ്നേഹവിരുന്നും 27 തീയതി കർദിനാൾ അഭിവന്ദ്യ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് പിതാവിന് സ്വീകരണവും നൽകും. 28 തീയതി കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളോടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. കണ്ടങ്കരിക്കാവ് ദേവീക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടന്ന തൃക്കാർത്തിക ദീപക്കാഴ്ച ഭക്തിസാന്ദ്രമായി. വൃശ്ചിക കാർത്തിക ദിനമായ വെള്ളിയാഴ്ച രാവിലെ 4 പള്ളിയുണർത്തൽ, അഭിഷേകം, പ്രഭാത പൂജ, ശ്രീബലി, പന്തീരടി പൂജ, പഞ്ചഗവ്യ പൂജ, നവകലശ പൂജ, ഉച്ചപൂജ, ശ്രീബലി, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾക്ക് ശേഷം 10:30 തൃക്കാർത്തിക വിളക്ക് നടന്നു. തുടർന്ന് വൈകുന്നേരം 6:30 നടന്ന ദീപക്കാഴ്ച പ്രോജ്വലനം ആലുവ രാജഗിരി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുരുകൻ ബാബു നിർവഹിച്ചു. ദീപം തുറന്നതിന്റെ പൗർണ്ണമിന്റെ സാക്ഷിയാകാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അത് നമ്മൾ ഭാഗ്യം കിട്ടിയത് ഒരു വലിയ കാര്യമായിട്ടാണ്. ഇത് നമ്മുടെ ഈ കാർത്തിക എല്ലാ വർഷവും ഇവിടെ വന്ന് ചെറുപ്പകാലം ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാറുള്ളതാണ്. ഓരോ വർഷവും ഈ കാർത്തികയും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുമെല്ലാം വളരെ ഭംഗിയായിട്ട് ഓരോ വർഷവും. ശനിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. ചടങ്ങുകൾക്ക് കണ്ടങ്കരിക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡാൽജി കുമാർ PC, സെക്രട്ടറി MB ശ്രീകുമാർ, രാധാകൃഷ്ണൻ നായർ, N ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആലപ്പുഴ ഷോറൂമിലെ ബ്രൈഡൽ ജുവലറി ഷോയ്ക്ക് തുടക്കമായി. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക പാരമ്പര്യമുള്ള അമൂല്യ ആഭരണങ്ങൾ പ്രദർശനത്തിന്റെ മാറ്റുകൂട്ടും. വജ്രാഭരണങ്ങളുടെ പ്രദർശനം, മാണിക്യ, മരതക, രത്നക്കല്ലുകളുടെ വലിയ ശേഖരം ഇവയെല്ലാം തന്നെ ആലപ്പുഴ ഷോറൂമിൽ നടത്തുന്ന പ്രദർശന വിപണനമേളയുടെ പ്രത്യേകതയാണ്. ഡിസംബർ 14 മുതൽ 20 വരെ ആലപ്പുഴ ഷോറൂമിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേള PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡയമണ്ട് ആഭരണത്തിന്റെ ആദ്യ വിൽപ്പനയും MLA നടത്തി. ഡിസംബർ 14 മുതൽ 20 വരെ ആലപ്പുഴ ഷോറൂമിൽ നടക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 4ഓളം നവവധുക്കൾ ചേർന്ന് കേക്ക് മുറിക്കൽ ചടങ്ങും നടത്തി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആലപ്പുഴ ഷോറൂം ഹെഡ് VV അബ്ദുൾ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് സുഭാഷ് ചന്ദ്രൻ, ഷോറൂം മാനേജർ KG അനൂജ്, അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ്, PRO ഗണേഷ് കുമാർ R പിള്ളൈ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മേളയുടെ കാലയളവിൽ ആലപ്പുഴ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ഓരോ ഡയമണ്ട് ആഭരണ പർച്ചേസിന് 25% വരെ പ്രത്യേക ഡിസ്കൗണ്ട് ലഭിക്കുമെന്നും ഷോറൂം ഹെഡ് VV അബ്ദുൾ സലീം പറഞ്ഞു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7140, പവന് 57,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.